നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേരളത്തിലെ പ്രത്യേകിച്ച് വയനാടിനൊരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ള ഇരകളുടെ പുനരധിവാസം, അടുത്ത ആ ഏരിയയിൽ താമസിക്കുന്ന അപകടകരമായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം, മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനം കേരളത്തിൽ ഇനി ഇത്രയും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകില്ല. ദുരന്തങ്ങൾ ഉണ്ടാവും, ആ ദുരന്തങ്ങളിൽ ഇത്രയും മനുഷ്യരും ഇത്രയും സ്വത്തുക്കളും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കാരണം എല്ലാ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം, പിന്നെ റെയിൻ ഗേജ് അടക്കം മണ്ണ് പരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തി അതിൻ്റെ ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായി വാർണിംഗ് കൊടുക്കാൻ, ആ വാർണിംഗ് കൊടുത്താൽ മിനിറ്റുകൾക്കകം ഓരോ സ്ഥലത്തുനിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക. ഇതാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ള സിസ്റ്റം. ഈ അപകടം ഞങ്ങൾ 2021 മുതലേ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വാർണിംഗ് സിസ്റ്റത്തിൻ്റെയും ഇവാക്യുവേഷൻ പ്ലാനിൻ്റെയും അഭാവമാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ മിറ്റിഗേഷൻ പ്ലാനാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണം. കേന്ദ്രത്തിലെ സ്ഥാപനങ്ങൾ, ഇപ്പം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ലാൻഡ് സ്ലൈഡ് മാത്രമല്ല, വെള്ളപ്പൊക്കം ഉണ്ടായാൽ, ഭൂമികുലുക്കം ഉണ്ടായാൽ, വേറെ എന്തെങ്കിലും ഈ ചക്രവാത ചുഴി, അതുപോലെ ക്ലൗഡ് ബേഴ്സ്, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെയാണെങ്കിലും പശ്ചിമഘട്ട മലനിരകൾക്ക് അടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിലും അവരെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ വേണം. ഞാൻ ഇന്നലെ വെലങ്ങാട് സന്ദർശിച്ചപ്പോൾ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. കാരണം ഔദ്യോഗിക കണക്ക് തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ 24 ഉരുൾപൊട്ടലാണ്. നമ്മൾ വയനാടിൻ്റെ ബഹളത്തിൽ മുങ്ങിപ്പോയത്. ശരിക്കും അവിടെ പറയുന്നത് 40ഓളം ഉരുൾപൊട്ടലുകൾ ഒരു ഗ്രാമത്തിലുണ്ടായെന്നാണ്. 7 പാലങ്ങളാണ് ഒലിച്ചു പോയത്. അവർക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് അവർ മാറി. അതുകൊണ്ടാണ് ഒരാൾ മാത്രം മരിച്ചത്. പക്ഷെ നിരവധി വീടുകൾ തകർന്നു, നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതായി. 7 പാലങ്ങൾ തകർന്നു. 40ഓളം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളാണ്. അപ്പോൾ ഈ അപകട സാധ്യത നമ്മുടെ തലയ്ക്ക് മീതെ എപ്പോഴും ഉണ്ട്. അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ ലോക നിലവാരമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയേ മതിയാവും. അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ദുരന്തം ഉണ്ടാകുക, മാധ്യമങ്ങളായ നിങ്ങളും വരിക, ഞങ്ങളും പോവുക, പുനരധിവാസം നടക്കുക, ഒരു പ്രോസസ്സാണ്. അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അത് പറ്റില്ലല്ലോ. ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലാണ്. ആ നോളജ് സൊസൈറ്റിക്ക് പ്രാപ്തമായ തരത്തിലുള്ള വാർണിംഗ് സംവിധാനം വേണം.